നമസ്കാരം. ബാർ അനുമതി ലഭിക്കാനായി സർക്കാർ സ്കൂളിന്റെ ഗേറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പോലും അറിയാതെയാണ് തിരുവനന്തപുരത്തെ പ്രധാന സ്കൂളായ SMVയുടെ ഗേറ്റ് മാറ്റി സ്ഥാപിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. മേയർ ആര്യ രാജേന്ദ്രന്റെ ഈ നീക്കമാണ് പൊളിയുന്നത്. തിരുവനന്തപുരം ഗവൺമെന്റ് SMV സ്കൂളിന്റെ ഗേറ്റ് ദ്രുതഗതിയിൽ മാറ്റി സ്ഥാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആരോപണം ഉയർന്നത്. സ്കൂളിന്റെ പ്രധാന കവാടത്തിന് തൊട്ടു പിന്നിലായിട്ടാണ് പുതിയ കവാടത്തിന്റെ പണി തുടങ്ങിയത്. ഈ പണി അവസാനിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റും കമ്പികളും പൊളിച്ചു മാറ്റി, കുഴിയും മൂടി. അതിവേഗമാണ് എല്ലാം ഇന്ന് സംഭവിച്ചത്. ഈ വിഷയത്തിൽ ആദ്യം വാർത്ത നൽകിയത് മറുനാടൻ മലയാളിയാണ്. പിന്നാലെ പത്രങ്ങളും ചാനലുകളും വിഷയം ഏറ്റെടുത്തു. ഇതോടെയാണ് കോർപ്പറേഷന്റെ അസ്വാഭാവിക നീക്കം വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും മനസ്സിലാക്കിയത്. പിന്നാലെ തിരുത്തലും എത്തുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇതിനെതിരെ രംഗത്ത് വന്നത്. ഇതും മേയറുടെ ഗേറ്റ് നിർമ്മാണ മോഹം തകർത്തു. സ്കൂളിന് നേരെ എതിർവശത്തായിട്ടാണ് ബാർ ഹോട്ടലിന്റെ പണി പുരോഗമിക്കുന്നത്. നേരത്തെ ബിയർ പാർലർ ആയിരുന്ന കെട്ടിടം പൊളിച്ച് 3 സ്റ്റാർ റേറ്റിംഗിലുള്ള ബാർ ആക്കാനുള്ള പണികൾ പുരോഗമിക്കുകയാണ്. ആരോപണം ഉയർന്നതോടെ ഇതിനെതിരെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ രംഗത്ത് വന്നു. സ്കൂൾ പ്രവേശന കവാടത്തിൽ നിന്ന് 200 മീറ്റർ ദൂരപരിധി പാലിച്ചാൽ മാത്രമേ ബാർ ലൈസൻസ് ലഭിക്കുകയുള്ളൂ. നിലവിൽ സ്കൂളിന്റെ പ്രവേശന കവാടവും ബാറും തമ്മിൽ നിഷ്കർഷിക്കുന്ന ദൂരപരിധിയുടെ പകുതി പോലുമില്ല. എന്നാൽ ബാർ റോഡിന്റെ മറുവശത്തായതിനാൽ ഓവർബ്രിഡ്ജ് ചുറ്റിയോ ആയുർവേദ ജംഗ്ഷൻ ചുറ്റിയോ ആണ് ദൂരപരിധി കണക്കാക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ പോലും 200 മീറ്റർ എന്ന പരിധി എത്തുന്നില്ല. ഈ സാഹചര്യം നിലനിൽക്കവെയാണ് സ്കൂൾ ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റുന്ന പണി തുടങ്ങിയത്. ഇതോടെ 200 മീറ്റർ മറികടക്കാൻ കഴിയുന്ന അവസ്ഥയെത്തി. മതിൽ നിലനിർത്തിക്കൊണ്ട് ഗേറ്റ് മാത്രം ഉള്ളിലേക്ക് പണിയുന്നത് ദുരൂഹത ഉയർത്തുന്നതാണെന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. ഗേറ്റ് സ്കൂളിലേക്ക് മാറ്റണമെന്നും സ്കൂളിന് സഹായം നൽകാമെന്നും പറഞ്ഞുകൊണ്ട് ബാറുകാരുടെ ഇടനിലക്കാർ സ്കൂൾ അധികൃതരെ നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന ആക്ഷേപം ഉയർന്നു. ജനപ്രതിനിധികളുമായി സംസാരിച്ച വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വിനോദ് കുമാർ പറഞ്ഞു. മേയർ സ്ഥലത്തില്ലാത്തതിനാൽ കാണാൻ സാധിച്ചില്ല. MLAയും കാണും. ഉദ്യോഗസ്ഥരുടെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഈ നീക്കം ഫലത്തിൽ മേയർക്കെതിരെയായി. ഇതോടെ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. സ്കൂളിനുള്ളിലേക്ക് ഗേറ്റ് പണി തുടങ്ങിയ ശേഷം വലിയ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചു. പുതിയ മാസ്റ്റർ പ്ലാനിൽ റോഡ് വികസനം ശുപാർശ ചെയ്തിരിക്കുന്നതിനാലാണ് സ്കൂളിന്റെ ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതെന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കിയത്. പക്ഷേ ഈ വാദത്തിന് വലിയ ബലം കിട്ടിയതുമില്ല. സ്കൂളിന് മുന്നിൽ ഒരു ബാർ ഉണ്ടായിരുന്നു. ബാർ ലൈസൻസിന് 3 സ്റ്റാർ സൗകര്യങ്ങൾ വേണമെന്ന നിബന്ധന വന്നതോടെ ഇത് ബിയർ വൈൻ പാർലറായി മാറി. ഈ ഹോട്ടലിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 3 സ്റ്റാർ മാനദണ്ഡങ്ങളിലേക്ക് കാര്യങ്ങളെത്തിയാൽ ബാർ ലൈസൻസ് കിട്ടാൻ തടസ്സം SMV സ്കൂളിന്റെ മുൻ ഗേറ്റാണ്. ബാറിന്റെ വാതിലിൽ നിന്നും എങ്ങനെ വന്നാലും 200 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ ഗേറ്റ്. അതുകൊണ്ട് തന്നെ ചട്ടപ്രകാരം ലൈസൻസ് കൊടുക്കാൻ കഴിയില്ല. 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് സ്കൂളുകളിൽ നിന്നും 200 മീറ്റർ ദൂരപരിധി അനിവാര്യതയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലാണെങ്കിൽ 50 മീറ്റർ മതി. നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലമായ ഓവർബ്രിഡ്ജിലെ ഹോട്ടലിനെ പഞ്ചനക്ഷത്രത്തിലേക്ക് മാറ്റാനും കഴിയില്ല. ഇത് മനസ്സിലാക്കിയാണ് 3 സ്റ്റാർ ഹോട്ടലാക്കി മാറ്റി SMV സ്കൂളിന്റെ ഗേറ്റ് 200 മീറ്റർ ആക്കാനുള്ള നീക്കം നടന്നത്. തിരുവനന്തപുരത്തെ MG റോഡിൽ തലയെടുപ്പോടെ നിൽക്കുന്ന SMV സ്കൂളിന്റെ പേര് ശ്രീമൂലവിലാസം ഹൈസ്കൂൾ എന്നാണ്. 5ാം ക്ലാസ് മുതൽ 10 വരെ ഒരു കാലത്ത് 4000-ഓളം പേർ ഇവിടെ പഠിച്ചിരുന്നു. എന്നാൽ പൊതുവിദ്യാഭ്യാസ രംഗം തളർന്നപ്പോൾ SMVയിലും കുട്ടികൾ കുറഞ്ഞു. 5 മുതൽ 10ാം ക്ലാസ് വരെ ഇന്നുള്ളത് 200-ഓളം കുട്ടികൾ മാത്രമാണ്. +2 കോഴ്സിന് പഠിക്കുന്ന കുട്ടികളാണ് ഇന്ന് SMVയുടെ ജീവനാടി. അതില്ലെങ്കിൽ സ്കൂൾ തന്നെ പൂട്ടിപ്പോകുമായിരുന്നു എന്നതാണ് വസ്തുത. രാജഭരണകാലത്ത് തുടങ്ങിയ സ്കൂളിന് നിരവധി നേട്ടങ്ങളും മാതൃകകളും അവകാശപ്പെടാനുണ്ട്. അധ്യാപകരും കുട്ടികളും ചേർന്ന് മാഞ്ഞാലിക്കുളത്ത് നിർമ്മിച്ച സ്കൂൾ ഉത്തമ മാതൃകയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ പോലും അറിഞ്ഞിരുന്നില്ല ഗേറ്റ് പണി. ഒരു ദിവസം രാവിലെ പണി തുടങ്ങിയപ്പോൾ കുട്ടികളെ വിളിക്കാൻ സ്കൂൾ ബസ്സിന് പോലും പുറത്തിറങ്ങാൻ പറ്റാതെ വന്നു. അന്ന് കുഴിയെല്ലാം നികത്തിയാണ് ബസ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയത്.